കാർഗിലിനു ശേഷം ഇന്ത്യയും പാകിസ്ഥാനും നടത്തുന്ന ഏറ്റവും വലിയ ഏറ്റുമുട്ടലാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ജമ്മുവിലും ഉധംപൂരിലും പഞ്ചാബിലെ പത്താൻകോട്ടുമുള്ള സൈനിക താവളങ്ങളിലേക്ക് ഒരേ സമയം നടന്ന ആക്രമണം. S-400 ട്രയംഫ്, ബാരക് 8 മിസൈൽ, പിന്നെ ഇന്ത്യയുടെ സ്വന്തം ആകാശം. ഇവ മൂന്നും കൊണ്ട് ഇന്ത്യ തീർത്ത പ്രതിരോധം. 10,000ങ്ങളുടെ തലയ്ക്ക് മുകളിലൂടെയാണ് മിസൈലുകൾ പാഞ്ഞത്. റഫാലും F-16ഉം ഇരമ്പി നടന്ന ആകാശം. യുക്രൈനിലും ഗാസയിലും സംഭവിച്ചത് മറ്റൊരിടത്തും ആവർത്തിക്കരുത് എന്നാഗ്രഹിച്ചതാണ് ലോകം. യുദ്ധം നടന്നാൽ ലോകത്തെ ഏറ്റവും അപകടകരമായ സ്ഥിതി എന്ന് വിശേഷിപ്പിക്കുന്നത് ഇന്ത്യയിലും പാകിസ്ഥാനിലുമാണ്. ഗാസയിലും യുക്രൈനിലും ഉള്ളതുപോലെയല്ല ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം ചെയ്താൽ. രണ്ട് രാഷ്ട്രങ്ങളും ആണവശേഷിയുള്ളവ എന്നത് ഒന്നാമത്തെ ഭയപ്പാട്. പാകിസ്ഥാനിൽ സർക്കാരല്ല സൈന്യമാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നുള്ളത് രണ്ടാമത്തെ ആധി. പാകിസ്ഥാൻ പോറ്റി വളർത്തുന്ന ഭീകരർക്ക് ഒരു സൈന്യത്തിനുള്ള അത്ര ആയുധങ്ങൾ കൈവശമുണ്ട് എന്നത് മൂന്നാമത്തെ ആശങ്ക. ഏതൊരു ഏറ്റുമുട്ടലാണോ ഒരിക്കലും ഉണ്ടാകരുത് എന്ന് ഈ ലോകം ആഗ്രഹിച്ചത്, അതാണ് ഇപ്പോൾ നമ്മുടെ കൺമുന്നിൽ നടക്കുന്നത്. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. ഭീകരതയ്ക്കെതിരെ ഒറ്റക്കെട്ടായി ഇന്ത്യ. ആയുധശേഷിയിൽ ഇന്ത്യയുടെ പരിസരത്ത് പോലും വരില്ല പാകിസ്ഥാൻ. സൈനികരുടെ എണ്ണത്തിലും ഏറെ പിന്നിലാണ്. പക്ഷേ ഒരു യുദ്ധത്തിൽ ഏതെങ്കിലും രാജ്യത്തിന്റെ ആയുധശേഷിക്ക് വലിയ പ്രാധാന്യമില്ല. ഇപ്പോ റഷ്യയോട് ഇത്രയും കാലം യുക്രൈൻ പിടിച്ചു നിന്നത് അതിന് സ്വന്തമായ ആയുധങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ടല്ല. അമേരിക്കയും യൂറോപ്പും നിർലോഭം യുക്രൈന് ആയുധങ്ങൾ നൽകിയത് കൊണ്ടാണ്. സർവസജ്ജരായ ഇസ്രായേലിനെതിരെ ഹമാസ് വർഷങ്ങളായി യുദ്ധം നടത്തുന്നുണ്ട്. അതിനുള്ള കരുത്ത് നൽകുന്ന ചില രാജ്യങ്ങളുണ്ട്. അതുപോലെ ഇന്ത്യയുമായി ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ടാൽ ആദ്യം പാകിസ്ഥാനെ പിന്തുണച്ചെത്തുന്നത് ഒരുപക്ഷെ ചൈനയായിരിക്കും. പോയ കാലത്തെ യുദ്ധങ്ങളിലെല്ലാം പാകിസ്ഥാനെ നിർലോഭം സഹായിച്ചിട്ടുള്ള അമേരിക്ക ഇക്കുറി മാറി നിൽക്കും. ചൈനയാണ് പാകിസ്ഥാനൊപ്പം എന്നതാണ് അതിന് കാരണവും. അങ്ങനെയാണെങ്കിൽ കൂടി പാകിസ്ഥാന്റെ വ്യോമ യുദ്ധമുഖം നയിക്കുന്നത് അമേരിക്ക നൽകിയ F-16 വിമാനങ്ങളാണ്. സൗഹൃദ കാലത്ത് അമേരിക്ക നൽകിയ ആയുധങ്ങളാണ് അവരുടെ ആവനാഴിയിൽ. ഫ്രാൻസിന്റെ റഫാലും റഷ്യയുടെ മിഗും സുഖോയിയുമാണ് ഇന്ത്യയുടെ ആകാശത്തു നിന്നും പറന്നുയരുക. അതുകൊണ്ട് ഒരു യുദ്ധവും പങ്കെടുക്കുന്ന രണ്ട് രാഷ്ട്രങ്ങളും തമ്മിൽ മാത്രം ഉണ്ടാകുന്നതാകണമെന്നില്ല. യുദ്ധത്തിന് വേണ്ടി മുറവിളി പാടില്ല എന്ന് പറയുന്നത് ഈ അപകടം മുന്നിലുള്ളത് കൊണ്ടാണ്. പാകിസ്ഥാനിൽ നിന്നുള്ള കനത്ത ആക്രമണത്തെ ഇന്ത്യ പ്രതിരോധിച്ചത് S-400 ട്രയംഫ് സർഫസ് ടു എയർ മിസൈൽ സംവിധാനം ഉപയോഗിച്ചാണ്. റഷ്യ വികസിപ്പിച്ച S-400 ഇത്ര വ്യാപകമായി ഇന്ത്യ ഉപയോഗിക്കുന്നത് ആദ്യമായിരുന്നു. അതിനൊപ്പം ഇന്ത്യയും ഇസ്രായേലും സംയുക്തമായി വികസിപ്പിച്ച ബാരക് 8ഉം ചേർന്നു. വ്യോമസേനയുടെ ഇന്റഗ്രേറ്റഡ് കൗണ്ടർ അൺമാൻഡ് ഏരിയൽ സിസ്റ്റം ഏറ്റവും ഫലപ്രദമാണെന്ന് തെളിയിച്ച ദിനം കൂടിയാണ് ഈ കടന്നുപോയത്. ഗണ്ണുകളും മിസൈലുകളും മാറി മാറി ആവശ്യാനുസരണം പ്രയോഗിക്കാൻ കഴിയുന്ന യന്ത്ര സംവിധാനങ്ങൾ കുറ്റമറ്റ രീതിയിൽ പ്രവർത്തിക്കും എന്ന് ബോധ്യമായതും ഈ ദിവസമാണ്. ഇതെല്ലാം ഈ ഏറ്റുമുട്ടലിനിടെ സംഭവിച്ചതാണ്. എന്നാൽ കറാച്ചി പോർട്ട് ആക്രമിച്ചുവെന്ന് ഇസ്രയേലിലെ ചിത്രം വെച്ച് ഇതേ ദിവസം തന്നെ വാർത്തകൾ പ്രചരിപ്പിക്കപ്പെട്ടു. പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീറിനെ മാറ്റിയെന്ന് ആദ്യം വാർത്ത പ്രചരിക്കുന്നു. പിന്നാലെ അസിം മുനീറിനെ അറസ്റ്റ് ചെയ്തു എന്നായി വാർത്ത. ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ നിന്ന് മുഖ്യധാര മാധ്യമങ്ങളിലേക്കും കടന്നു വരുന്നു. യുദ്ധകാലത്ത് സത്യസന്ധമല്ലാത്ത വാർത്തകൾ ഉണ്ടാക്കുന്ന പ്രത്യാഘാതം വളരെ കടുപ്പമേറിയതായിരിക്കും. മിസൈലുകൾ ഉണ്ടാക്കുന്ന അതേ ആഘാതം വ്യാജ വാർത്തകൾക്കും സമൂഹത്തിൽ ഉണ്ടാക്കാൻ കഴിയും. ഈ ഏറ്റുമുട്ടൽ കാലം വ്യാജ വാർത്തകളുടേത് കൂടിയാണ്. ഏറ്റവും ആദ്യം വന്ന വ്യാജ വാർത്ത ഇന്ത്യയുടെ റഫാൽ ഉൾപ്പെടെ 3 വിമാനങ്ങൾ പാകിസ്ഥാൻ വെടിവെച്ചിട്ടു എന്നായിരുന്നു. ഒരു റഫാലും 2 വീതം MiG-29ഉം Su-30യും വീഴിച്ചു എന്ന് പറഞ്ഞത് പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രിയായ ഖ്വാജ മുഹമ്മദ് ആസിഫാണ്. ഇതോടൊപ്പം അഫ്ഗാനിസ്ഥാനിൽ വെടിവെച്ചിട്ട വിമാനത്തിന്റെയും പാകിസ്ഥാനിൽ തന്നെ ബലൂചിസ്ഥാനിൽ വീണ വിമാനത്തിന്റെയും എല്ലാം ചിത്രങ്ങൾ പ്രചരിപ്പിക്കപ്പെട്ടു. പലതും 5 മുതൽ 10 വർഷം വരെ മുൻപുള്ള ചിത്രങ്ങളായിരുന്നു. 5 വിമാനങ്ങൾ വീഴ്ത്തിയതിന് CNN ലേഖകൻ തെളിവ് ചോദിച്ചപ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ ഉണ്ടെന്നായിരുന്നു ഖ്വാജ മറുപടി നൽകിയത്. അറിവില്ലായ്മ മുതൽ മണ്ടത്തരങ്ങൾ വരെ വാർത്തയാകുന്ന കാലമാണ്. പക്ഷേ പാകിസ്ഥാൻ ഇന്ത്യയുടെ പ്രതിരോധ കേന്ദ്രങ്ങളിലേക്ക് നടത്തിയ ആക്രമണം ജനതയുടെ കൺമുന്നിലായിരുന്നു. രാത്രിയിൽ ഡ്രോണുകൾ മാത്രമല്ല മിസൈലുകളും യുദ്ധവിമാനങ്ങളും ആകാശത്തുകൂടി കുതിച്ചു. നിരവധി പേർ കൊല്ലപ്പെട്ടു. അപ്പുറത്തു നിന്നും ഇപ്പുറത്തു നിന്നും മരണത്തിന്റെ വാർത്തകൾ വന്നു. ഇന്ത്യയുടെ സ്വന്തം മണ്ണിൽ ഒരു ഇന്ത്യക്കാരൻ പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. അത് പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ട ഭീകരനാണ് എന്ന മട്ടിൽ പ്രചാരം വന്നു.
ഖ്വാരി മുഹമ്മദ് ഇഖ്ബാൽ എന്ന പൂഞ്ചിൽ നിന്നുള്ള ഇന്ത്യക്കാരനെയാണ് പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ട ഭീകരനാക്കിയത്. സ്വന്തം മനസ്സിൽ തോന്നുന്നതെല്ലാം വാർത്തയായി സമൂഹ മാധ്യമങ്ങളിൽ അടിച്ചിടാനുള്ള സമയമല്ല ഇതുപോലുള്ള സംഘർഷകാലം. പെഹൽഗാം തീവ്രവാദി ആക്രമണത്തിന്റെ പ്രധാന ലക്ഷ്യം ഇന്ത്യയിൽ വർഗീയ ലഹള ഉണ്ടാക്കുക എന്നതായിരുന്നു. ഹിന്ദു പുരുഷന്മാരെ തിരഞ്ഞു പിടിച്ചു കൊന്നത് ആ ഒരു ലക്ഷ്യത്തോടെയാണ്. ചെറിയ പ്രസ്താവനകളിൽ പോലും വിഘടിച്ച് പോരടിക്കാറുള്ള ഇന്ത്യൻ സമൂഹം ആ സമയത്ത് ഏറ്റവും പക്വതയോടെ പെരുമാറി. ആക്രമണങ്ങളിൽ പ്രതിരോധിക്കാനും സുരക്ഷിതരാക്കാനും മതം നോക്കാതെ വന്ന തദ്ദേശീയർക്കാണ് ആദ്യ ബഹുമതി. ആ തദ്ദേശീയരിൽ നിന്ന് മതഭേദമില്ലാതെ കിട്ടിയ സഹായം പുറം ലോകത്തോട് മറയില്ലാതെ പറഞ്ഞ ഇരകൾക്കാണ് അടുത്ത അംഗീകാരം. മുസ്ലിങ്ങൾ ഹിന്ദുക്കൾക്കെതിരെ നടത്തിയ യുദ്ധമായി അതാരും എടുത്തില്ല. ഹിന്ദുക്കൾ മുസ്ലിങ്ങൾക്ക് തിരിച്ചടി നൽകണമെന്നും ബോധമുള്ള ആരും പറഞ്ഞില്ല. ഭീകരർ ഇന്ത്യക്കെതിരെ നടത്തിയ നീക്കത്തിന് ഭീകരർക്ക് ഇന്ത്യ നൽകിയ തിരിച്ചടിയായി അത് എല്ലാവരും അംഗീകരിച്ചു. കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും വന്ന് നിന്ന് നൽകിയ വിശദീകരണങ്ങളിൽ തന്നെയുണ്ടായിരുന്നു ഇന്ത്യ എന്ന വികാരവും ഭീകരവിരുദ്ധതയും. എത്ര ഭ്രാന്തമായി ശ്രമിച്ചാലും ഈ നാട് വിഭജിക്കപ്പെടില്ല എന്ന ആ സന്ദേശത്തിലും വലുത് നമുക്ക് നൽകാനില്ല. ഈ ഏറ്റുമുട്ടലിൽ ഇന്ത്യ നൽകുന്ന സന്ദേശവും സുവ്യക്തമാണ്. എല്ലാ ഭീകരതകൾക്കെതിരെയും ഈ രാജ്യം ഒറ്റക്കെട്ടാണെന്ന്. സ്പോട്ട്ലൈറ്റ് നാളെ മറ്റൊരു വിഷയവുമായി ഇതേ സമയം.